ഹലോ ഗൈസ്, അഞ്ജൂസ് കിച്ചണിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽ ചായയാണ്. പക്ഷെ സാധാരണ ആയിട്ടുള്ളൊരു പാൽ ചായയല്ല, മസാല ചായയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 3 ചെറിയ കഷ്ണം ഏലക്ക, 3 ഗ്രാമ്പൂ, 1 ഇഞ്ച് പട്ട, 1 ഇഞ്ച് ഇഞ്ചി. ഏലക്കയും ഇഞ്ചിയും നമുക്ക് ചതച്ചെടുക്കാം. ഇതാ ചതച്ച് കഴിഞ്ഞിരിക്കുന്നു. അടുപ്പിലെ തീ കത്തിച്ചു കൊടുത്തതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മസാലകൾ ചേർത്ത് കൊടുക്കാം. ചതച്ച ഇഞ്ചി, പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ചതച്ചത്, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് നമ്മൾ ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ കപ്പിനും 1 ടീസ്പൂൺ ചായപ്പൊടി എന്നുള്ളൊരു അളവാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. 1 കപ്പ് വെള്ളവും 2 കപ്പ് പാലുമാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഞാൻ 3 കപ്പിൻ്റെ അളവിൽ 3 ടീസ്പൂൺ ചായപ്പൊടി ഇട്ടത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് തിളയ്ക്കുന്ന വരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം ഒന്ന് തിളച്ചിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് 2 കപ്പ് പാല് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഞാൻ 2 കപ്പ് പാൽ ഉപയോഗിക്കാൻ കാരണം കൊഴുപ്പുള്ള പാലാണെങ്കിൽ 1 കപ്പ് മതി. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പാല് കൊഴുപ്പില്ലാത്തതുകൊണ്ടാണ് 2 കപ്പ് ഉപയോഗിച്ചേക്കുന്നത്. ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി ഇതുപോലെ നന്നായിട്ട് പാലൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ നേരത്ത് ഒന്ന് തിളച്ച് വരാൻ നേരത്ത് നമുക്ക് സിമ്മിലേക്ക് ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ചായ ഒരു 5-6 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നൊരു ചായയാണ്. ഒരു ചെറിയ ചായക്കപ്പിൽ 5-6 പേർക്ക് നല്ല രീതിയിൽ സെർവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ചായയാണ്. ഇപ്പോൾ നമ്മൾ സിമ്മിലേക്ക് ഇട്ടേക്കപ്പം പാല് പൊന്തി വന്നത് താഴോട്ട് സെറ്റിലായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഈ ഘട്ടത്തിൽ. അപ്പം ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ചായ ഒന്ന് തിളച്ച് പഞ്ചസാര മെൽറ്റാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു സ്റ്റേജ് വരാൻ നേരത്ത് പഞ്ചസാര ഇടാത്തവർക്ക് ചായ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചായ റെഡിയാണ്. ചായ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ലായിരുന്നു. പനിയായിരുന്നു. പനി കാരണം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പം പനിയുടെ സമയത്താണ് എനിക്ക് മസാല ചായ കുടിക്കണമെന്ന് തോന്നിയത്. ആക്ച്വലി നല്ലൊരു ഫീലാണ് പനി സമയത്ത് ഇത് കുടിക്കാൻ നേരത്ത്, നല്ലൊരു ഫീൽ ആക്ച്വലി. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ എന്താ നമ്മുടെ വീഡിയോയിൽ മസാല ചായ ആയാലോ എന്ന് വിചാരിച്ചാൽ ഈ ആഴ്ചയിൽ ഞാൻ മസാല ചായ വീഡിയോ ഒക്കെ ഇടാൻ തീരുമാനിച്ചത്. ഇത് നമ്മുടെ ചായ ഇപ്പം പതുക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് ഞാൻ ഇച്ചിരിയും കൂടെ ഒന്ന് കൂട്ടി വെച്ചു. ബിക്കോസ് നന്നായിട്ട് ആ ചായയുടെ കളറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി. അപ്പം ചായ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കിയൊക്കെ പൊന്തി വരാൻ തുടങ്ങി. അപ്പം നമുക്ക് ഈ സ്റ്റേജിൽ നമ്മുടെ ചായ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇല്ല പിന്നെ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വേറൊരു കപ്പിലേക്ക് ഇത് മാറ്റി ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് നമുക്ക് ചായ പെട്ടെന്ന് അരിച്ചെടുക്കണേ. ഞാൻ അധികം നേരം ഇതുപോലെ ചായ മസാലയ്ക്കകത്ത് ഇട്ട് വയ്ക്കത്തില്ല. ഒരു വേറൊരു ടേസ്റ്റ് വരും, എനിക്കത് ഇഷ്ടമല്ല. ചായക്കൊരു കറക്റ്റ് ഒരു ഫ്ലേവർ വരുന്ന ഈ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അരിച്ചെടുത്ത് ചായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു ചെറിയൊരു കപ്പിലേക്ക് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് എനിക്കിപ്പോഴും ചായ കുടിക്കണമെന്ന് ആഗ്രഹം വരുന്നുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.